ചന്ദ്രകാന്ത്, എന്താണ് താങ്കളുടെ ഒരു അനുമാനം? ഇപ്പോൾ മാന്ത്രിക സംഖ്യയിലേക്ക്, കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുവാനുള്ള സംഖ്യയിലേക്ക് എത്തിപ്പെടാൻ വിജയ് ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിജയിയെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് താങ്കളുടെ നിരീക്ഷണം? മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചാൽ മതിയല്ലോ. ഇതിൽ ഗവർണർ വളരെ സാവധാനമുള്ള ഒരു പ്രക്രിയയിലേക്ക് പോകുന്നതിന് കാരണം വിജയ് ഫ്ലോർ ടെസ്റ്റിൽ പരാജയപ്പെട്ടാൽ അത് മറ്റൊരു തരത്തിലേക്ക് ഒരുപക്ഷെ ഒരു ഇലക്ഷനിലേക്ക് വേണ്ടി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. നമുക്കറിയാവുന്ന പോലെ തമിഴ്നാട്ടിൽ രണ്ട് ബൈപോളാർ എന്ന് പറയുന്നത് പോലെ രണ്ട് ദ്രാവിഡ പാർട്ടികളുടെ ഒരു മുന്നണികളാണ് ഉണ്ടായിരുന്നത്. അതിൽ DMK മുന്നണി നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്. കാരണം വളരെ ജനറസ് ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം സ്റ്റാലിൻ വന്നതിന് പ്രത്യേകിച്ച് ഈ മുന്നണിയിലുള്ള കക്ഷികളോട് പെരുമാറിക്കൊണ്ടിരുന്നത്. അപ്പം പ്രത്യേകിച്ച് കോൺഗ്രസിന് 10 സീറ്റാണ് ലോക്സഭയിലേക്ക് കൊടുക്കുന്നത്, CPM-ന് 2 സീറ്റ് കൊടുക്കുന്നു, CPI-ക്ക് കൊടുക്കുന്നു, മുസ്ലിം ലീഗിന് 1 സീറ്റ് കൊടുക്കുന്നു. ഇങ്ങനെയുള്ളൊരു അലി മാത്രമല്ല അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് ഫണ്ടിന്, കാരണം ഇവർക്കൊക്കെ വളരെ ആൾബലം കുറവാണ്. DMK ആണ് തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റുകളിലും വളരെയധികം പ്രൊമിനൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടിയുമാണ്. അവരെ പെട്ടെന്ന് ഉപേക്ഷിച്ചിട്ട് വരാൻ ഇപ്പം തിരുമാവളവൻ്റെ പാർട്ടിക്കാണെങ്കിലും CPM-നും CPI-ക്കും ഒന്നും സാധിക്കില്ല. കോൺഗ്രസ്സിന് ഇവരോട് കുറച്ച് വിരോധം എവിടേക്ക് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഒന്നും ചോദിക്കാതെ ഇറങ്ങിപ്പോയത്. അത് ഒരു ശരിക്കും പറഞ്ഞാൽ കോലീഷൻ ധർമ്മയുടെ എതിരുമാണ്. പക്ഷേ CPM-നും CPI-ക്കും അങ്ങനെയുള്ള മുസ്ലിം ലീഗ് അതുകൊണ്ടാണ് വളരെ വ്യക്തമാക്കി പറഞ്ഞത് ഞങ്ങൾ ഇന്നും അതെ, ഇന്നലെയും അതെ, നാളെയും അതെ. ഈ DMK മുന്നണിയിൽ അവശേഷിക്കുന്ന പാർട്ടികൾ എന്ന് പറയുമ്പോൾ CPI 2, ആ ടാലി ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ CPI 2, CPM 2, VCK 2, ഈ 3 പാർട്ടികളുടെയും നേതൃത്വം സ്റ്റാലിനുമായി ചർച്ച നടത്തുന്നുണ്ട്. കാരണം ഈ 3 പാർട്ടികൾക്കും വിമുഖതയില്ല വിജയിയെ പിന്തുണയ്ക്കാൻ. പക്ഷേ സ്റ്റാലിനുമായി ചർച്ച നടത്തി ഒരു തീരുമാനത്തിലെത്തിയതിനു ശേഷം സ്വാഭാവികമായിട്ട് DMK മുന്നണിയിൽ നിന്ന് വിടുന്ന ഒരു സാഹചര്യമാണല്ലോ, അല്ലേ? മാറി നിൽക്കുക എന്നുള്ളൊരു സാഹചര്യം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവർ എന്തായാലും താല്പര്യമുണ്ട് വിജയിയെ പിന്തുണയ്ക്കാൻ. പക്ഷേ DMK-യുമായിട്ടുള്ള ഒരു ബന്ധം അത് മുറിയുമോ എന്നുള്ള ആശങ്കയാണ് അവർക്കുള്ളത്. അതായത് സഖ്യകക്ഷികളുമായിട്ടുള്ള ചർച്ച നടത്താതെ പെട്ടെന്ന് ഇറങ്ങിപ്പോരുന്നത്, പ്രത്യേകിച്ച് കോൺഗ്രസ് കാണിച്ചതുപോലെ കാണിക്കാൻ CPI-യോ CPM-ഓ തയ്യാറല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതായത് ഒരാൾക്കൊരു ദുർഘട സന്ധി വരുമ്പോൾ അയാളെ ഉപേക്ഷിച്ചു പോകുന്നതല്ല രാഷ്ട്രീയം. പ്രത്യേകിച്ച് ഇവരെയൊക്കെ വളരെ കൃത്യമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടാണ് സ്റ്റാലിൻ തമിഴ്നാട്ടിൽ കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് രാഷ്ട്രീയം നടത്തുന്നത്. മാത്രമല്ല കോൺഗ്രസിൻ്റെ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ 2004-ൽ ഈ DMK കോൺഗ്രസിനൊപ്പം ചേർന്നുകൊണ്ടാണ് UPA എന്ന് പറഞ്ഞ സംവിധാനം വരെ ഉണ്ടായത്. അങ്ങനെയാണ് 10 വർഷം ഇവിടെ UPA-ക്ക് ഭരിക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നമുക്ക് നമ്മളിപ്പോൾ പറയുന്ന നിലത്തിലേക്ക് കണ്ടിന്യൂ ചെയ്ത്. ഇതൊക്കെ മറന്നുപോയിട്ട് അവർ ചെയ്തെങ്കിലും CPI-യോ CPM-ഓ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഒരു തരത്തിലും മാറില്ല എന്ന് പറഞ്ഞ് അവർക്ക് അധികാരത്തിനേക്കാൾ ഉപരിയായിട്ട് പറഞ്ഞ വാക്കിന് കുറച്ച് വില കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ VCK-ക്ക് പോകണമെന്നുണ്ട്. കാരണം പോയി കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്ന മെച്ചങ്ങളൊക്കെ അറിയാം. പക്ഷേ ഇത് സംസാരത്തിന് സമയമുണ്ട്. ഇത് ഒരു കൃത്യതയിലേക്ക് എത്താൻ വേണ്ടി മാത്രമാണ് ഗവർണർ വെയിറ്റ് ചെയ്യുന്നത്. അത് നല്ലത് തന്നെയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഗവർണർ അതിനു വേണ്ടി സമയം എടുക്കേണ്ട ആവശ്യമുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ആവശ്യമില്ലല്ലോ. ഏറ്റവും വലിയ പാർട്ടിയെയോ മുന്നണിയെയോ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കാം, അങ്ങനെ ക്ഷണിക്കുന്നതുമാണ്. പക്ഷേ ഇവിടെ ഫ്ലോറിൽ ഭൂരിപക്ഷം തെളിയിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഗവർണർ ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ? ലോക്ഭവന് അങ്ങനെ ഒരു വെയിറ്റിംഗ് എന്തിനാണ്, വെയിറ്റിംഗ് പീരീഡ് എന്തിനാണ്? ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം തമിഴ്നാട് രാഷ്ട്രീയം സിനിമയെന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടും ഏതാണ്ട് ഇടകലർന്ന് കിടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അല്പം മുമ്പ് ഞാൻ കണ്ട ഒരു TV ഡിബേറ്റിൽ DMK-യുടെ ആൾ പറയുന്നത് ഒരു സിനിമാ നടന് വേണ്ടി ഇത്രയധികം ചെയ്യേണ്ട ഒന്ന് ഓർക്കണം. പല സിനിമാ നടന്മാരെ കൊണ്ടാണ് ആ പാർട്ടി അല്ലെങ്കിൽ ദ്രാവിഡ പ്രസ്ഥാനങ്ങൾ ഇതുവരെ എത്തിയിരിക്കുന്നത്. പക്ഷേ യാതൊരു മര്യാദയുമില്ലാതെ വിജയ് അങ്ങനെ ഒരു സിനിമാ നടന് വേണ്ടി ഇതൊന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല, അതിന് സമയമെടുത്ത് ചെയ്താലും മതി എന്ന് DMK-യുടെ പ്രധാനപ്പെട്ട ഒരാൾ പറയാണ്. ഇതിന് കാരണം അപ്പോൾ നാളെ വന്ന് ഫ്ലോർ ടെസ്റ്റിൽ ഇയാൾ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടാകും. പക്ഷേ എന്നാൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത്രയും പ്രശ്നം ഉണ്ടാകത്തില്ല. ഇത് ഒരു കൊല്ലമെങ്കിലും മുന്നോട്ട് പോകണ്ടേ? എല്ലാ ദിവസവും നമുക്ക് തെരഞ്ഞെടുപ്പ്. അപ്പം എനിക്ക് തോന്നുന്നു ഗവർണറുടെ തീരുമാനം വളരെ വൈസായിട്ടുള്ള ഡിസിഷനാണ്. കാരണം മുൻകാലത്തെല്ലാം അങ്ങനെ രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ ആകട്ടെ അല്ലെങ്കിൽ പലരും അദ്ദേഹം തന്നെയാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. നമുക്ക് വെറുതെ വാക്കുകൾക്കെന്ന് പറയുന്നതിനപ്പുറത്ത് ഒപ്പിട്ട ഒരു പേപ്പർ ഉണ്ടെങ്കിൽ ഇതിനെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിനു വേണ്ടി തന്നെയാണ് അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം തടയുന്നില്ല. പ്രത്യേകിച്ച് നാളെ അടുത്ത ദിവസങ്ങളിൽ ഈ ചർച്ചകൾ നടന്നു കഴിഞ്ഞാൽ 6 പേരെ, എനിക്ക് തോന്നുന്നു 5 പേരെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് വളരെ കുഴപ്പമില്ലാതെ പോകും. 6 CPI, CPM, VCK ഈ 3 പാർട്ടികളും പിന്തുണച്ചേക്കാം. VCK-യുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരു 50-50 ചാൻസ് ആയി കഴിഞ്ഞു. പക്ഷേ CPI-യുടെയും CPM-ൻ്റെയും കാര്യത്തിൽ ഇപ്പോഴും
ഒന്നും പറയാൻ പറ്റാത്തൊരു സമയമാണ് അല്ലേ? കാരണം അത്രയും കടപ്പാടുണ്ട് ഈ സഖ്യകക്ഷിയായിട്ടുള്ള നമ്മളിവിടെ പറയുന്നത് പോലെ നമുക്കൊരു 10-22 കക്ഷികളുള്ള ഒരു മുന്നണിയാണ് ഈ അവിടെ ഉള്ളത്. അതിനകത്ത് കുറച്ചെണ്ണത്തിന് മാത്രമേ നിയമസഭയിൽ സീറ്റുള്ളൂ. പക്ഷേ ഈ കോൺഗ്രസ്സിന് DMK ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയിൽ അംഗമാക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ബാക്കി കക്ഷികൾക്ക് അതൊന്നും പ്രശ്നമില്ല, കാരണം അവർക്ക് അവരുടെ അംഗബലത്തെക്കുറിച്ച് വലിയ ബോധ്യമുണ്ട്. പക്ഷേ കോൺഗ്രസ് ഒരു ദേശീയ കക്ഷിയായതുകൊണ്ടും അതുകൊണ്ട് തന്നെ അവർക്ക് അതിന് വേണമെന്നുണ്ട്. അത് DMK അനുവദിച്ചിരുന്നില്ല. ഇതാണ് അവർ തമ്മിലുള്ളൊരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊന്നും പറയാതെ ഇറങ്ങിപ്പോയി. അതുപോലെ ഇറങ്ങിപ്പോകാൻ ഇവർക്ക് പറ്റത്തില്ല. അതുകൊണ്ടുള്ള ഒരു സാവകാശം. ശരി, ശ്രീ MS വേണുഗോപാൽ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.